യന്ത്രവൽകൃത സംസ്കാരം കൈതൊടാത്ത മേഖലകൾ ഇല്ല. എന്നാൽ പരമ്പരാഗത കൃഷിരീതികളെ തള്ളിക്കളയാൻ മടിക്കുന്ന കർഷകരാണ് ഇന്നും ഏറെയുള്ളത്. മനുഷ്യപ്രാപ്തിയിൽ മാത്രം ഒതുങ്ങുന്നതാണ് കൃഷിയെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ കാർഷിക രംഗത്ത് നൂതന സാങ്കേതിക വിദ്യകളെ കൂട്ടുപിടിച്ച് വിജയം കണ്ടെത്തുന്നവർ കർഷകർക്കിടയിൽ വേറിട്ട് നിൽക്കുന്നു. ഇത്തരത്തിൽ ഹൈടെക് കൃഷിരീതിയിലൂടെ ശ്രദ്ധയാകർഷിച്ച കൊച്ചി സ്വദേശി രമേശിന്റെ കോഴി ഫാം വിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ. കേരളത്തിലെ ആഘോഷവേളകളിലെ ഊണുമേശയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമായി മാറിയിരിക്കുകയാണ് ഇറച്ചിക്കോഴികൾ. ദിവസേന 5 ലക്ഷം ഇറച്ചിക്കോഴികളാണത്രേ കേരളത്തിൽ വിറ്റഴിയുന്നത്. അയൽ സംസ്ഥാനത്തെ ആശ്രയിക്കുന്ന ശീലം നമുക്ക് പച്ചക്കറികളിൽ മാത്രമല്ല. പ്രതിവർഷം 500 കോടി ഇറച്ചിക്കോഴികളാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. കണക്കുകൾ സൂചിപ്പിക്കുന്നതിൽ നിന്നും വ്യക്തമാണ് ഇറച്ചിക്കോഴികളുടെ കേരളത്തിലെ വിപണന സാധ്യതയും. ഭക്ഷണപ്രിയരായ കേരളീയർക്ക് പ്രിയമേറിയ കോഴി വിഭവങ്ങളെ ലക്ഷ്യമാക്കി ഈ മേഖലയിൽ കൃഷി ആരംഭിച്ചവരും ഏറെയാണ്. ഇറച്ചിക്കോഴികളെ വളർത്തി കുറഞ്ഞ കാലയളവിൽ കൂടുതൽ ലാഭം കൊയ്യുന്ന കർഷകർ രംഗത്തെത്തിയിട്ട് നാളേറെയായെങ്കിലും കേരളത്തിലെ കോഴി വളർത്തൽ ഹൈടെക് വിദ്യയുടെ കൈകളിലെത്തിയത് ഈ അടുത്ത കാലത്താണ്. കുറഞ്ഞ സമയത്തിലൂടെ കുറഞ്ഞ അധ്വാനത്തിലൂടെ കൂടുതൽ ലാഭം നേടാൻ കഴിയുന്ന ഹൈടെക് കോഴി ഫാമിലൂടെ കാർഷിക രംഗത്തെ വ്യത്യസ്തനായിരിക്കുകയാണ് രമേശ്. കൊച്ചിയാണ് സ്വദേശമെങ്കിലും ഹൈടെക് കോഴി ഫാം ഒരുക്കാൻ രമേശ് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയത് ഭാര്യ ഉഷയുടെ സ്വദേശമായ എറണാകുളം ജില്ലയിൽ പിറവം തോട്ടപ്പടിയിലാണ്. റബ്ബർ തോട്ടത്തിൽ 8000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഹൈടെക് കോഴി ഫാമിൽ ഏകദേശം 7000-ഓളം ഇറച്ചിക്കോഴികളാണുള്ളത്. പത്തു വർഷം മുൻപ് പരമ്പരാഗത രീതിയിൽ കോഴി വളർത്തൽ ആരംഭിച്ച രമേശ് പിന്നീട് ഹൈടെക് രീതിയിലേക്ക് മാറി ചിന്തിക്കുകയായിരുന്നു. മറൈൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് മാറി വിവിധ ബിസിനസ്സുകളും കൈപ്പിടിയിലാക്കിയ രമേശ് കൃഷിയിലും വരുമാന സാധ്യത കണ്ടെത്തി ഇറച്ചിക്കോഴി വളർത്തലിലൂടെ. കുറഞ്ഞ കാലയളവിൽ വരുമാനം കൃത്യമായി കീശയിലാക്കാമെന്ന കോഴിക്കൃഷിയുടെ ഗുണമാണ് രമേശിനെ ആകർഷിച്ചത്. ബ്രോയിലർ കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിനെ വളർത്തി വിൽക്കാൻ പറ്റും. മറ്റേ മുട്ടക്കോഴിയാകുമ്പോൾ 6 മാസം കൂടുമ്പോഴേ അത് മെച്ചുറായി മുട്ടയിടാൻ തുടങ്ങുള്ളൂ. അപ്പോൾ വരുന്ന ഇൻഫെക്ഷൻസും എല്ലാം കാര്യങ്ങളും നമ്മളെ വല്ലാതെ ബോദർ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും എളുപ്പം നമ്മളിതൊരു കച്ചവട രൂപത്തിലാണ് ഇത് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ഈൽഡെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക്, എൻ്റെ ഒരു ഇഷ്ടം അതാണ്. പരമ്പരാഗത രീതിയിൽ ഇറച്ചിക്കോഴി കൃഷി നടത്തിയെങ്കിലും അതിലെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് ഈ കർഷകൻ ഹൈടെക് സംവിധാനത്തിലേക്ക് ഫാമിനെ എത്തിച്ചു. തൊഴിലാളി ലഭ്യത കുറവ് മറ്റ് കൃഷികളെ ബാധിച്ചതുപോലെ തന്നെ കോഴി വളർത്തലിലും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യം തരണം ചെയ്യാനും തങ്ങളുടെ അധ്വാന ഭാരം കുറയ്ക്കാനും ഹൈടെക് വിദ്യയിലൂടെ സഹായകമായെന്നാണ് രമേശിന്റെ അഭിപ്രായം. എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ലേബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഈ കാലത്ത് ആളെ കിട്ടാനില്ല. അപ്പോൾ നമ്മളുടെ ഓരോ കാര്യങ്ങളും ബുദ്ധിമുട്ടിലാവും. ആ ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, പരാതി പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇതിനുള്ള സിറ്റുവേഷൻ എൻ്റെ വൈഫ് ഹൗസായ ഈ സ്ഥലത്ത് ഇതിനൊരു സാഹചര്യം കണ്ടു. ആർക്കൊന്നത് ഒരു സാഹചര്യം കണ്ടു. അതിനെ ഞാൻ ആ കാലത്ത് 10-15 കൊല്ലം മുമ്പ് തുടങ്ങി അത് ഈ നാട്ടിലെ ആൾക്കാർ ചെയ്തിരുന്നതിനെ ഞാൻ അവലംബിച്ചുവെങ്കിലും അന്നും ഞാനൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പിന്നെ അതിനകത്ത് ഒരുപാട് പരാതികളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ
ഈ ഇതിലേക്ക് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. രമേശിന് മറ്റു തിരക്കുകൾക്കിടയിൽ കൊച്ചിയിൽ നിന്ന് ദിവസേന വന്നുള്ള ഫാമിന്റെ പരിചരണം പ്രാവർത്തികമല്ലെങ്കിലും ഭാര്യ ഉഷ ആ കുറവ് നികത്തുന്നുണ്ട്. കോഴി വളർത്തലിന്റെ മേൽനോട്ടം ഉഷയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വീട്ടമ്മയായ ഉഷയ്ക്ക് ദിനംതോറും ഫാമിലെത്തിയുള്ള പരിചരണം പ്രയാസമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷേ അവിടെയും ഹൈടെക് സാങ്കേതിക വിദ്യ തന്നെയാണ് താരം. മേൽനോട്ടക്കാരിയായി മാത്രമാണ് ഉഷ കോഴി ഫാമിൽ സാന്നിധ്യം വഹിക്കുന്നത്. തീറ്റ കൊടുക്കാനും നിലം വൃത്തിയാക്കുന്നതിനും മറ്റുമായി 1.5 മണിക്കൂർ സമയമേ ഉഷ ഫാമിൽ ചെലവഴിക്കുന്നുള്ളൂ. സഹായത്തിനായി അമ്മയും അച്ഛനും കൂടെയുണ്ട്. ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീൻ കൊടുക്കും, പിന്നെ ലിറ്റർ മറിച്ച് ഇട്ട് ഇളക്കി കൊടുക്കും. എല്ലാം നമ്മൾ നോക്കി അന്വേഷിച്ച ശേഷം പോവും. ഇറച്ചിക്കോഴി വളർത്തൽ സാമ്പത്തിക നേട്ടമായിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ അവയുടെ വിപണനം പ്രയാസമേറിയതായിരുന്നു. അങ്ങനെയാണ് ഫാം ഹൈടെക് സംവിധാനത്തിന് കീഴിലാക്കിയ ശേഷം കമ്പനികൾക്ക് വേണ്ടി ഇറച്ചിക്കോഴികളെ വളർത്തിക്കൊടുക്കുന്ന ഇന്റഗ്രേഷൻ ഫാമിംഗ് എന്ന ആശയത്തിലേക്ക് മാറി ചിന്തിച്ചത്. കമ്പനികൾ ഒരു ദിവസം പ്രായമായ ഇറച്ചിക്കോഴികളെ ഫാമിലെത്തിക്കുകയും പിന്നീട് അവ 36 ദിവസം പ്രായമെത്തുമ്പോൾ കമ്പനിക്ക് തിരിച്ചു നൽകുകയും ചെയ്യുന്നു. കോഴികൾക്കാവശ്യമായ തീറ്റ, 7-10 ദിവസങ്ങളിൽ അവയ്ക്ക് നൽകേണ്ട വാക്സിൻ തുടങ്ങിയവ കമ്പനിയിൽ നിന്ന് ലഭ്യമാണ്. ഏകദേശം 36 ദിവസം പ്രായമായ ഇറച്ചിക്കോഴികൾ പൂർണ്ണ വളർച്ചയെത്തി 2 കിലോ തൂക്കം വച്ചിരിക്കും. കോഴികളുടെ തൂക്കത്തിനനുസരിച്ചാണ് വളർത്തുന്ന ആൾക്ക് ലാഭം ലഭിക്കുന്നത്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനിക്കാരുണ്ട്, വലിയ കമ്പനിക്കാരുണ്ട്. അവർ കൊണ്ടുവന്ന് നമ്മൾക്ക് ചിക്സ് തരും, ഫീഡും തരും. നമ്മൾ വളർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കമ്മീഷൻ തരും. അവരിപ്പോൾ കമ്പനി എല്ലാവരും പറയുന്നത്, നമ്മൾ ആദ്യകാലങ്ങളിൽ 5 വർഷം മുമ്പ് ചെയ്യുമ്പോൾ 1 സ്ക്വയർ ഫീറ്റിൽ ഒരു കോഴിയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ ബ്രീഡ് സ്ട്രെങ്ത്ത് മാറി, അതുപോലെ തന്നെ ഫീഡ് സ്ട്രെങ്ത്ത് മാറി. ഇത് രണ്ടും ബെറ്ററായത് കൊണ്ടിട്ട് 36 ദിവസം മുമ്പ് ഏകദേശം 2 കിലോ കോഴി വരുന്നുണ്ട്. ഇപ്പോൾ 36 തുടങ്ങി 40 എന്ന് പറയുമ്പോഴേക്കും 4 ദിവസത്തിനുള്ളിൽ കോഴി പിടിച്ചിരുമ്പോൾ നമുക്ക് ആവറേജ് ഒരു 2200 എന്നുള്ള വെയിറ്റ് ക്ലീനായിട്ട് വരണുണ്ട്.